ഒരു പക്ഷെ ഞാൻ ചിന്തിച്ചതിന് അപ്പുറമായിരുന്നു ദൈവത്തിൻ്റെ വചനം എന്നോട് സംസാരിക്കുവാനും കൂടുതൽ ദൈവത്തോടൊരു ഇൻറ്റിമസി ഉണ്ടാകുവാനും ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിക്കുവാനും ഈ ബൈബിൾ കോഴ്സിലൂടെ എനിക്ക് സാധ്യമായി. ഞങ്ങൾ ആ പഠനം ആരംഭിച്ചത് തന്നെ ദ ഷുവർ ഫൗണ്ടേഷൻ എന്ന ക്ലാസ്സിലൂടെ ആയിരുന്നു. അതിൽ നിന്ന് തന്നെ ദൈവത്തിൽ നിന്ന് എങ്ങനെയാണ് നാം ദൈവവചനം പഠിക്കേണ്ടത്, ദൈവത്തിൽ നിന്നും ദൈവവചനത്തിലേക്കുള്ള ഒരു നോട്ടം, ആ ഒരു പഠനമായിരുന്നു ഞങ്ങളുടെ ബൈബിൾ ക്ലാസ് എന്നുള്ളത്. മിഷൻ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് തിരുനെൽവേലി എന്ന സ്ഥലത്ത് കടന്നു പോകുവാനും അവിടെ നിന്നും പഠിക്കുവാനും അവിടെ നിന്ന് ദൈവദാസനെ കേൾക്കുവാനും ഒരു വലിയൊരു ആത്മിക നിറവ് പ്രാപിപ്പാനും ദൈവം ഞങ്ങളെ ഇടയാക്കി. കർത്താവിൻ്റെ ഹൃദയത്തെ മൊത്തത്തിൽ ഹീലാക്കി. ഒരുപാട് ഇന്നർ വൂണ്ടുകൾ കാരണം ആരാലും എപ്പോഴും ഞാൻ പെട്ടെന്ന് മുറിവേൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഈ ബൈബിൾ ക്ലാസ്സിനോട് കൂടി കൂടുതലായിട്ട് ദൈവത്തെ കൂടുതൽ അറിയുവാനും എൻ്റെ ഹൃദയത്തിൽ കർത്താവ് വസിക്കുന്നതും എന്നെ ഓരോ സ്റ്റെപ്പിലും നടക്കുന്നതും കൂടുതലായിട്ട് എനിക്ക് അറിയുവാനായിട്ട് സാധിച്ചു. ഈ ബൈബിൾ കോളേജ് എൻ്റെ ജീവിതത്തിലെ ഒരു നാഴികക്കല്ലാണ്, എൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്നോണമാണ്. എൻ്റെ ലൈഫിൽ ഒരു ആത്മീയ ജീവിതത്തിൽ എൻ്റെ കൈത്താങ്ങ് തരിക എല്ലാം ചെയ്തത് ഈ ദൈവദാസനുമാണ്. അതിന് ഞാൻ പൂർണ്ണമായും നന്ദി അറിയിക്കുന്നു. ഇവിടെ വന്നിരുന്ന് ആ ബൈബിൾ പഠനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കർത്താവിൻ്റെ ദാസൻ അഭിഷേകത്തോടെ അന്യഭാഷ പറഞ്ഞുകൊണ്ട് ക്ലാസ് ആരംഭിക്കുകയും ആ പ്രാർത്ഥനയ്ക്ക് ശേഷം എൻ്റെ മനസ്സിൻ്റെ ആ മുറിവുകളെല്ലാം മാറാനും ദൈവം വലിയ ശക്തിയോടെ ഇവിടെ പകർന്നു. ആ ശക്തിയിൽ ആശ്രയിച്ച് ക്ലാസ് പഠിച്ച് മുന്നേറുവാൻ ദൈവം എന്നെ സഹായിച്ചു. അല്ലെങ്കിൽ ഞാൻ ഒരു സ്റ്റേജിലോ മൈക്ക് പിടിച്ചോ സംസാരിച്ചോ ഒന്നുമില്ല. അല്ലെങ്കിൽ തോട്ടം പാസ്റ്ററാണ് എന്നെ ആദ്യമായിട്ട് അല്ലെങ്കിൽ തോട്ടം ഇവിടെ ഈ മിനിസ്ട്രിയിൽ മാത്രമാണ് അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എവിടെയും ഒഴിഞ്ഞു മാറുന്ന ഒരു വ്യക്തിയായിരുന്നു. അല്ലെങ്കിൽ തോട്ടം കർത്താവിനെ സഹായിച്ചു. ഞാൻ കടന്നു വന്നപ്പോൾ എനിക്ക് ശാരീരിക സുഖമില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ കടന്നു വന്നത്. രണ്ടാമത്തെ വട്ടം കടന്നു വരുമ്പോൾ അപ്പോൾ എനിക്ക് SLE എന്ന് പറയുന്ന ഒരു അസുഖം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആ അസുഖത്തിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട്, ക്ഷീണം, അതിൻ്റേതായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടോടു കൂടിയാണ് ഞാൻ വന്നത്. വന്ന മാത്രമല്ല, ഞാൻ ആ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ പാസ്റ്ററിൻ്റെ അടുക്കൽ പോയി പ്രാർത്ഥിച്ചു. മുമ്പ് ഒരു പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ എൻ്റെ രോഗം മാറ്റണം, അങ്ങനെയുള്ള പ്രാർത്ഥനയായിരുന്നു. പക്ഷേ പാസ്റ്ററിൽ കൂടി, അതൊരു വചനത്തിൽ കൂടി നമ്മളത് പ്രാർത്ഥിച്ച് അതിന് ജയം എടുക്കണം. ആ ഒരു കാര്യത്തിൽ നമ്മൾ ജയം എടുക്കണമെന്ന് എനിക്കത് പാസ്റ്ററിൽ നിന്നാണ് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞത്. അത് തന്നെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റാണ്. പിന്നെ ഞങ്ങൾ മറ്റുള്ളവരിലേക്ക് ചെല്ലുന്നു, അവരിലേക്ക് സുവിശേഷം അറിയിക്കുന്നു, യേശുവിനെ അറിയുന്നു, കുഞ്ഞുങ്ങളായിട്ടുള്ളവരെ പഠിപ്പിക്കുന്നു. ഈ മാറ്റങ്ങൾ എപ്പോഴും ഒരു പ്രകടമായതുകൊണ്ട് ബാക്കിയുള്ളവരും എപ്പോഴും ആഗ്രഹിക്കും എന്താണ് ഈ ഒരു മാറ്റമെന്ന്. ആ മാറ്റത്തിലേക്ക് പഠിക്കാൻ പിന്നെയും കുട്ടികൾ പഠിക്കാൻ പിന്നെയും വരും. ഞങ്ങൾ അവരെ പഠിപ്പിക്കും, യേശുവിൻ്റെ സ്നേഹം പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഈ ഗോസ്പൽ ഷെയറിങ്ങിൻ്റെ കൂടെ തന്നെ അതുപോലെ മെഡിക്കൽ ക്യാമ്പും അവർക്ക് എഡ്യൂക്കേഷണൽ സപ്പോർട്ടും അവർക്ക് കൗൺസിലിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. അതും ഗോസ്പൽ ഷെയറിങ്ങും ഞങ്ങൾ ഒരുമിച്ച് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഗ്രോയിങ് ചർച്ച് ഈസ് ഓൾവേസ് ഗോയിങ് ചർച്ച് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ട്രെയിൻ ചെയ്തവരെ നമ്മൾ മറ്റുള്ള സ്ഥലത്തേക്ക്, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ്, മറ്റുള്ള ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലേക്ക് അയക്കാനുള്ള ആ ട്രെയിനിങ് ആണ്. അല്ല നമ്മളിവിടെ തന്നെ ഒതുങ്ങാനല്ല. പാസ്റ്ററുകൾ ഓരോ ദിവസവും ഓരോ ആഴ്ചയിലും സാറ്റർഡേയ്സിലും ഇതുപോലെ വചനം ഇങ്ങനെ സംസാരിച്ച് ഞങ്ങളെ പഠിപ്പിക്കുന്ന ആ ഒരു ടൈമിൽ എന്തെന്നില്ലാത്തൊരു കോൺഫിഡൻസ് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിച്ചു. എനിക്ക് മാത്രമല്ല, ബൈബിൾ കോളേജിൽ ജോയിൻ ചെയ്ത എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ ഒരു ബ്ലെസ്സിങ് ആയിരുന്നു. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലൂടെയുള്ള ശുശ്രൂഷ അനുഭവിക്കാൻ കഴിയും. ഹല്ലേലൂയ. അപ്പം അതുപോലെ ഒരു മാറ്റം, ഒരു രൂപാന്തരം, നമ്മളായിരിക്കണമെന്ന് വിചാരിക്കുന്ന സ്ഥാനത്ത് നാം ഒന്നുമല്ല. കർത്താവിന് വേണ്ടി എന്തും നമുക്ക് അർപ്പിക്കാം. അതിൽ എന്ത് കൊടുത്താലും അതിവരാത്ത ഒരു അനുഭവത്തിലൂടെ കൊണ്ടുപോകാൻ ഈ ബൈബിൾ ക്ലാസ് സഹായിച്ചു.